ഹായ് നമസ്കാരം, ഞാൻ സ്വാതി. എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു ദിവസം എന്ന് പറയുന്നതേ നമ്മൾ വിഷുവിന് മുൻപുള്ള ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും കൂടെ നിങ്ങളായിട്ട് എനിക്ക് പങ്കുവയ്ക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ച കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാ വർഷവും വിഷുവിൻ്റെ ചെറിയ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുക്കും. വലിയ എല്ലാവരും ഇങ്ങനെ പുറമേ പോയിട്ട് ഫോട്ടോഷൂട്ട് പോലെ അങ്ങനെയൊന്നും ഞങ്ങൾ ഇന്ന് വരെ ചെയ്തിട്ടില്ല. പക്ഷേ കണ്ണൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക, കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷം നമ്മൾ ചെയ്തു വരാറുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് എന്തായാലും വിഷുവിൻ്റെ തലേ ദിവസമൊക്കെയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ വർഷമല്ല, കഴിഞ്ഞതിൻ്റെ മുൻപത്തെ വർഷമൊക്കെ കല്യാണിയൊക്കെ കൊച്ചായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ കല്യാണീനെ വെച്ചിട്ട് എനിക്ക് പറ്റില്ല ഫോട്ടോസൊന്നും എടുക്കാനായിട്ട്. അതിന് കല്യാണീനെ കുറക്കൊക്കെ എടുത്തിട്ട് നൈറ്റിലാണ് കേട്ടോ ഞാനും കണ്ണനും കൂടെ ഫോട്ടോസൊക്കെ എടുത്തത്. കഴിഞ്ഞ വർഷവും എനിക്ക് തോന്നുന്നു അതേ കല്യാണിനെ ഉറക്കൊക്കെ എടുത്തിട്ട് തന്നെയാണ് നൈറ്റിൽ കണ്ണനും ഞാനും കൂടെ ഫോട്ടോസൊക്കെ എടുത്തത്. അപ്പോൾ ഈ വർഷം എന്ന് പറഞ്ഞാൽ കല്യാണി കുഞ്ഞിയല്ല, അങ്ങനെ നമ്മൾ ഉറങ്ങുന്ന സമയത്തൊക്കെ തന്നെ ആയിരിക്കും ചിലപ്പോൾ അവൾ ഉറങ്ങുക. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞാൽ അപ്പോൾ കണ്ണനും ഉറക്കം വന്നിരിക്കുന്ന ആ ഒരു ഇതിലേക്കായിരിക്കും ഫോട്ടോസൊക്കെ കിട്ടുക. അപ്പോൾ ഞങ്ങൾ ഉച്ചനേരത്ത് കല്യാണി ഇങ്ങനെ കളിക്കുന്ന സമയത്ത് ഫോട്ടോസൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. കല്യാണി വന്ന് നിൽക്കൊന്നുമില്ല കേട്ടോ ഫോട്ടോസിലൊക്കെ. അപ്പോൾ ഈ വിഷുവിൻ്റെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ എല്ലാവരും ചിലപ്പോൾ ചിന്തിക്കാം കല്യാണി എവിടെ പോയി എന്നൊക്കെ ചിന്തിക്കാം. ആളങ്ങനെ വന്ന് നിൽക്കൊന്നുമില്ല കേട്ടോ. ആളെ പിടിച്ചാൽ കിട്ടാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ തലേ ദിവസമൊക്കെ അമ്മയും ജാനിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ വെക്കേഷനല്ല, അപ്പോൾ അമ്മയുടെ കൂടെ എപ്പോഴും ജാനി ഉണ്ടാവാറുണ്ട് വീട്ടിൽ, അവളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ജാനിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജാനി വന്നു കഴിഞ്ഞാൽ കല്യാണിക്ക് ഭയങ്കര സന്തോഷമാണ്, കണ്ണനും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ കളിക്കാനൊക്കെ ഒരാളും കൂടെ ആവുമല്ലോ, പിന്നെ അപ്പുറത്തെ വീട്ടിലെ കുട്ടികളും വരും വീട്ടിലേക്ക്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ബഹളമയാണ് കേട്ടോ വീട്ടിൽ, കുട്ടികളുടേതായ ബഹളമായിരിക്കും മൊത്തത്തിൽ. അപ്പോൾ കണ്ണനും ഭയങ്കര ഇഷ്ടമാണ് ജാനിയും കൂടെ വരുമ്പോഴേ, ഭയങ്കര ചിരിയും കളിയൊക്കെ തന്നെയാണ്. ജാനിക്കും അതെ കണ്ണനെ കാണുമ്പോൾ കുറച്ച് ഒരു ഇഷ്ടം കൂടുതലാണ്, ഒരു കൊഞ്ചിക്കലും എന്തോ ഒരു ഇഷ്ടം അവളിങ്ങനെ കാണിക്കും കണ്ണൻ്റെ അടുത്ത്. അപ്പോൾ നമുക്ക് അതേട്ടോ കല്യാണി ചില ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടം കാണിക്കലൊക്കെ ഉണ്ട്. പക്ഷെ എപ്പോഴും കൂടെ ഉള്ളത് കൊണ്ടാന്ന് തോന്നുന്നു കല്യാണിക്ക് അത്രയ്ക്ക് അങ്ങോട്ടൊരു വിലയില്ലാത്തത് പോലെയാണ് കണ്ണൻ്റെ അടുത്ത്. പക്ഷെ ജാനി ഇങ്ങനെ ഇടയ്ക്കൊക്കെ കാണുമ്പോഴൊക്കെയാണ് ആയത് കാരണം അവൾക്ക് ഭയങ്കര ഒരു ഇഷ്ടം കാണിക്കും കേട്ടോ. ഇങ്ങനെ കണ്ണനെ ഞാൻ ഡ്രസ്സ് ഇടിക്കുക, പൗഡർ ഇടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവളുടെയൊക്കെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ കണ്ണൻ ചേട്ടൻ്റെ കുഞ്ഞുവാവയാണ്, കണ്ണൻ ചേട്ടൻ്റെ ആൻറ്റി ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നു, കണ്ണൻ ചേട്ടൻ്റെ ആൻറ്റി പൗഡർ ഇട്ട് കൊടുക്കുന്നു എന്നൊക്കെയുള്ളൊരിതില്ലേ. ആളിങ്ങനെ എൻ്റെ അടുത്ത് വന്നിരുന്ന് ചിലപ്പോൾ ഇങ്ങനെ ഓരോ സംശയങ്ങളൊക്കെ ചോദിക്കിട്ടാ. അപ്പം ഞാൻ ഇങ്ങനെ ചോദിക്കും കണ്ണൻ ചേട്ടൻ്റെ മോന് ഇഷ്ടമാണോ അങ്ങനെയൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആൾ നാണാണ്, വർത്തമാനങ്ങളൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആൾക്ക് നാണാണ്. എന്നാലും ഞാനപ്പോൾ കണ്ണൻ ചേട്ടൻ്റെ മടിയിൽ വെച്ച് തരട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്ക് അതൊക്കെ ആൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കണ്ണൻ്റെ മടിയിലൊക്കെ വെച്ച് കൊടുക്കും. ഇങ്ങനെ കണ്ണനും അത് ഇഷ്ടമാണ്, കുഞ്ഞു പെങ്ങന്മാരുടെ മടിയിലല്ലേ കയറി കുത്തിരിക്കുന്നത്. അപ്പോൾ അവനും അത് ഭയങ്കര ഒരു കൗതുകം നിറഞ്ഞൊരു കാര്യമായിട്ടൊക്കെ അവനും ഇങ്ങനെ തോന്നും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ അപ്പുറത്തെ വീട്ടിലെ കുട്ടികൾ വന്നാൽ അവരും അതെ കണ്ണൻ വാവ അല്ലെങ്കിൽ കണ്ണൻ ചേട്ടൻ എന്ന് വിളിക്കുകയാണെങ്കിൽ കണ്ണനൊരു കുഞ്ഞുവാവയായിട്ടൊക്കെ തന്നെയാണ് അവരെല്ലാവരും കാണുന്നത്. ഇപ്പോൾ പ്രായത്തിൻ്റെ നോക്കണ്ടല്ലോ, കണ്ണൻകുട്ടി നമ്മുടെ കുഞ്ഞു വാവ തന്നെയല്ലേ എപ്പോഴും. ഞാനും അതുപോലെ തന്നെയാണ് കേട്ടോ, കല്യാണിനേക്കാളും കുഞ്ഞിതായിട്ട് തന്നെയാണ് ഞാൻ കണ്ണനെ നോക്കുന്നത്, കാരണം അവൻ നമ്മുടെ കുഞ്ഞാവയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് പുറമേ നിന്ന് ഇങ്ങനെ വരുന്നവരാണെങ്കിലും കുഞ്ഞു കുട്ടികളൊക്കെ കാണുമ്പോഴാണെങ്കിലും ചിലവരെ കണ്ണൻ ചേട്ടൻ എന്ന് വിളിക്കുള്ളൂ, മിക്കവരും കണ്ണൻ ഉണ്ണി, കണ്ണൻ വാവ അങ്ങനെയൊക്കെ തന്നെയാണ് വിളിക്കുക. എനിക്കും അങ്ങനെ കണ്ണനെ അങ്ങനെ കൊച്ചു വാവയായിട്ട് കാണുന്നത് തന്നെയാണ് കേട്ടോ എനിക്കിഷ്ടം. ഞാൻ എന്തായാലും അങ്ങനെ തന്നെയാണ് കാണുന്നത്. അവനിപ്പോൾ 10 വയസ്സായെങ്കിൽ കൂടെ എൻ്റെ മനസ്സിൽ അവനൊരു 10 മാസമൊക്കെ ഉള്ളൊരു കുഞ്ഞു വാവ തന്നെയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ജാനിയുടെ അടുത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു കണ്ണനെ പിടിച്ച്. അപ്പോൾ കണ്ണനോട് ഞാൻ തലപൊക്ക്, ജാനീനെ നോക്കുകയാണെങ്കിൽ തലപൊക്ക്, കണ്ണണെങ്കിൽ തലപൊക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവനെ തലപൊക്കിപ്പിക്കാനും, നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് അവനോരോ ആക്ടിവിറ്റീസൊക്കെ ചെയ്യിക്കാൻ നോക്കുകയാണെങ്കിൽ അവനതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് ഞാനിങ്ങനെ പലപ്പോഴും വിചാരിക്കാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അവൻ തലപൊക്കുകയാണെങ്കിൽ പൊക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ ഞാനും ജാനിയും കണ്ണനും കൂടെ. അപ്പോൾ അമ്മാമ്മയും കല്യാണിയും കൂടെ അവിടെ എന്തൊക്കെയോ സർക്കസുകൾ നടക്കുന്നുണ്ട്. കല്യാണിനെ അമ്മ വന്നു കഴിഞ്ഞാൽ അമ്മ കുളിപ്പിച്ചാൽ മതി, അമ്മ അത് ചെയ്താൽ മതി, ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അമ്മയുടെ പുറകെ നടക്കുന്നൊരു പരിപാടി ഉണ്ട് അവൾക്ക്. അമ്മയ്ക്കും അതേട്ടാ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണനെ മിക്കപ്പോഴും ഇപ്പോൾ ഞാൻ
ഞാൻ എന്തെങ്കിലും പണികളൊക്കെ ആണെങ്കിൽ അവൻ എടുക്കായിരിക്കുമല്ലോ. പിന്നെ എൻ്റെ പണികളൊക്കെ കഴിയുമ്പോഴാണ് ഞാൻ അവനെ എടുത്തൊക്കെ വെച്ചിരിക്കുക. അപ്പം അമ്മ വന്നു കഴിഞ്ഞാൽ എപ്പോഴും അവനെ എടുത്ത് വെച്ചിരിക്കും. എല്ലായ്പ്പോഴും ഇങ്ങനെ കിടക്കുകയൊക്കെ അല്ലേ, അപ്പോൾ കുറച്ച് നേരമെങ്കിലും ഒക്കെ എടുത്ത് വെച്ചിരിക്കട്ടെ എന്നുള്ളതിൽ അമ്മ എപ്പോഴും ഇങ്ങനെ ആളെടുത്ത് വെച്ചിരിക്കും കേട്ടോ. ചിലർ ചെന്ന് അമ്മയ്ക്ക് സമയം ഉണ്ടാവില്ല എടുത്ത് വെച്ചിരിക്കുക, അമ്മയ്ക്ക് അവിടെ പണികളുണ്ടാവില്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ എനിക്കാണല്ലോ പണികൾ. അപ്പോൾ ഞാൻ പണികളൊക്കെ എടുക്കുമ്പോൾ അമ്മ അവനെടുത്ത് വെച്ചിരിക്കലാണ് കേട്ടോ പതിവ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവർ പോവും. അവരെപ്പോൾ കാലത്ത് വന്നാലും ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും ഒരു 2:30-3 മണിയൊക്കെ ആകുമ്പോഴേക്കും അവർ പോവും. അപ്പോൾ അത്രയും കുറച്ച് സമയമേ ഇവിടെ ഉണ്ടാവാറുള്ളൂ. പിന്നെ അതിലും ലേറ്റായിട്ട് പോയി കഴിഞ്ഞാൽ അമ്മയ്ക്കും അവിടെ പണികളൊക്കെ ഉണ്ടാവും. വലിയ പണികളൊന്നും ഇല്ല, അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. എന്നാലും അമ്മയ്ക്ക് ഇങ്ങനെ അമ്മയുടേതായ പണികൾക്കൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. അവിടെ ഫ്രണ്ടിലൊക്കെ കുറച്ചിങ്ങനെ പച്ചക്കറികളും കാര്യങ്ങളും അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നനയ്ക്കുക, അങ്ങനെ അങ്ങനെ ആളുടേതായ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആൾ വലിയ കാര്യങ്ങളായിട്ട് ഇങ്ങനെ കാണുന്ന ഒരാളാണ്. അപ്പോൾ പിന്നെ ആ ഒരു സമയമാകുമ്പോഴേക്കും പോകണം എന്നൊക്കെ പറയും. ഞാനപ്പോൾ വന്നു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ വർത്തമാനം പറയാൻ ഞാൻ ഇരിക്കാറില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനപ്പോൾ പിള്ളേരെ നോക്കാനായിട്ട് അപ്പോൾ അമ്മയുണ്ടല്ലോ, ആ സമയത്ത് എനിക്ക് എൻ്റേതായ എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ടിരിക്കും. അപ്പം അമ്മയ്ക്ക് ഭയങ്കര പരിഭവം പരാതിയൊക്കെയാണ് കേട്ടോ. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളൊന്നും മിണ്ടാങ്ങില്ല. അപ്പോൾ അവൾ അവളുടേതായ ഓരോ പണികളൊക്കെ നടക്കും എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ നിന്ന് ഭയങ്കര പരിഭവങ്ങളൊക്കെ കേൾക്കാറാണ് കേട്ടോ പതിവ്. അപ്പോൾ ഞാൻ പിന്നെ അന്ന് വർത്തമാനം പറയാനായിട്ട് അങ്ങനെ ഇരുന്നു. എന്തെങ്കിലും ആവട്ടെ, വർത്തമാനം പറയാം കുറച്ച് നേരം ഇരുന്ന്, പിള്ളേരൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയല്ലേ എന്നൊക്കെ വിചാരിച്ച് കുറച്ച് നേരം ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അധികം നേരമൊന്നുമില്ല, ഫുഡ് കഴിച്ച് പിന്നെ അവർ പോവും. അത്രയൊരു സമയം ഇങ്ങനെ നിൽക്കാറുള്ളൂ. എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ അമ്മയാണെങ്കിലും ഒക്കെ ജാനിനെയൊക്കെ കൊണ്ടാണെങ്കിലൊക്കെ വരുമ്പോഴേ എനിക്കത് മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാനിവിടെ എപ്പോഴും തനിച്ചല്ലേ. ഇപ്പോൾ പുറമേ നിന്ന് കാണുന്നവരെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോ ഫംഗ്ഷന് പോകണം, ഓരോ ട്രിപ്പ് പോകണം. അപ്പോൾ വിചാരിക്കും എപ്പോഴും അടിച്ച് പൊളിയാണ്, അടിപൊളി ലൈഫാണ് എന്നൊക്കെയാണ്. നമ്മളൊന്ന് പുറത്ത് പോകുന്ന ആ സമയത്തും 4 ആളെ കാണുന്ന സമയത്ത് മാത്രമേ എൻ്റെ കൂടെ ആളുകളുള്ളൂ കേട്ടോ. അല്ലാത്ത സമയങ്ങളിലെല്ലാം തന്നെ ഞാൻ തനിച്ചാണ്. എനിക്ക് എപ്പോഴും കൂട്ടെന്ന് പറയാനായിട്ട് ആകെ ഒരേ ഒരാളേ ഉള്ളൂ, കണ്ണൻ മാത്രമേ ഉള്ളൂ എൻ്റെ കൂടെ എപ്പോഴും കൂട്ടെന്ന് പറയാനായിട്ട്. ഇനിയിപ്പോൾ കല്യാണിനെയും പോലും നമ്മൾക്ക് അങ്ങനെ എപ്പോഴും എൻ്റെ കൂടെ എനിക്ക് കൂട്ടായിട്ടെന്നൊന്നും നമുക്ക് പറഞ്ഞു പറ്റില്ല. ഇപ്പോൾ അടുത്ത മാസം തൊട്ട് അവൾ സ്കൂളിൽ പോയി തുടങ്ങും. അപ്പോഴും എപ്പോഴും ഞാനിവിടെ തനിച്ചാണ്. പക്ഷേ നമ്മളിങ്ങനെ ചില വീഡിയോസൊക്കെ കാണുമ്പോൾ അതേ ട്രിപ്പ് പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, ഫുൾ ടൈം അടിച്ചു പൊളി എൻജോയ് ചെയ്ത് നടക്കുന്നു എന്നൊക്കെ ആയിരിക്കും പുറമേ ഉള്ളവരൊക്കെ വിചാരിക്കുക. പക്ഷേ സത്യത്തിൽ ഞാൻ തനിച്ചാണ്. അല്ല, തനിച്ചാണെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മൾക്ക് ഇങ്ങനെ എല്ലാവരുടെയും കോണ്ടാക്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മളുടെ ജീവിതം അല്ലെങ്കിൽ വീട്ടിലത്തെ സാഹചര്യം എന്ന് പറയുന്നത് എപ്പോഴും നമ്മളിങ്ങനെ തനിച്ചിരിക്കുന്ന ഒരു ഇതൊക്കെയാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ഓരോ ദിവസങ്ങളും ഇങ്ങനെ കടന്നു പോകുന്നത്. അപ്പോൾ എനിക്കും ചില സമയത്തൊക്കെ ഇങ്ങനെ യാത്ര പോലൊക്കെ ഒരു മടിയൊക്കെ തോന്നാറുണ്ട്. അയ്യോ, മക്കളെയൊക്കെ വലിച്ചെടുത്ത് കൊണ്ടുപോയി മടിയൊക്കെ തോന്നും. പക്ഷേ കണ്ണനാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു കുഞ്ഞു മടിയൊക്കെ വിചാരിച്ച് നമ്മളെന്തിനാ കുറച്ച് നിമിഷമെങ്കിലും നമുക്ക് സന്തോഷിക്കാൻ കിട്ടുന്നത് നമ്മളില്ലാണ്ടാക്കുന്നത് അല്ലേ. അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു ചെറിയ ചാൻസൊക്കെ കിട്ടിയാലും നമ്മളത് ഒഴിവാക്കാണ്ട് പോകുന്നത്. പിന്നെ കണ്ണന് ഒരുപാട് സന്തോഷമാണ്. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഇപ്പോഴൊക്കെ എന്നെക്കൊണ്ട് പറ്റും എടുത്ത് കൊണ്ടുപോകാനും കാര്യങ്ങളൊക്കെ. നാളത്തെ കാര്യം എന്താണെന്ന് നമുക്കറിയില്ല. നാളെ എന്നൊരു ദിവസം എന്ന് പറയുന്നത് നമ്മൾക്ക് ഒന്നും പറയാൻ പറ്റില്ല നാളെ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. അപ്പോൾ ഇന്ന് എങ്ങനെയാണോ അത് സന്തോഷമായിട്ട് ഇരിക്കാനായിട്ട് നോക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഇന്ന് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലേ. പിന്നെ നമ്മുടെ നെറ്റിപ്പട്ടത്തിൻ്റെ പണികൾ അന്ന് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അത് ഉണ്ടാക്കിയൊക്കെ വന്നപ്പോൾ 4 അടിയൊക്കെ വിചാരിച്ചത് ഏകദേശം 5 അടി ആയാലും മേലെയൊക്കെ ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കുന്ന പണികളൊക്കെ ഇങ്ങനെ ആ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യാം. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിത് എന്തെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കാറുണ്ട്. അതിൻ്റെ ആ ബോൾസുകൾ ഒട്ടിച്ചെടുക്കാൻ നല്ല പണിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മറ്റേ മയിൽപ്പീലി വയ്ക്കുന്നതും നല്ല പണിയായിരുന്നു. നമ്മളതിന് ചുറ്റിൽ വൂളൻ ത്രെഡല്ല വെക്കുന്നുണ്ടായിരുന്നത്, മയിൽപ്പീലിയായിരുന്നു. അപ്പോൾ അതും നല്ല പണിയൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അമ്മയൊക്കെ അവിടെ ഉണ്ടല്ലോ, കണ്ണനൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു. അങ്ങനെ ഞാൻ പരമാവധി ആ സമയത്ത് തീർത്തു. പിന്നെ വിഷുവിൻ്റെ സമയത്തൊക്കെ ആയിട്ട് ഞാൻ ആ ബോൾസുകളൊക്കെ ഒട്ടിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് കല്യാണിക്ക് അതത്ര വലിയ കൗതുകമൊന്നുമല്ല കാണുമ്പോൾ, അവളിങ്ങനെ കാണുകയല്ലേ എപ്പോഴും. പക്ഷെ ജാനകിയൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ ഹായ് നല്ല ഭംഗിയുണ്ടല്ലോ എന്നുള്ളൊരു, പിന്നെ അപ്പുറത്തെ വീട്ടിലെ കൊച്ചുങ്ങൾ
വിശേഷങ്ങൾ വരുമ്പോഴും അവരും അതെ നല്ല രസമുണ്ടല്ലോ എന്നൊക്കെയുള്ളൊരിതായിരുന്നു. കല്യാണി കുഞ്ഞു കുറുമ്പെടുത്തിട്ട് ആൾക്ക് അതൊന്നും വലിയ വിലയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാണാൻ ഭംഗിയുണ്ടെന്നോ അല്ലെങ്കിൽ അത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയിരിക്കാനോ അങ്ങനത്തെ ഇതൊന്നും ആൾക്കില്ല കേട്ടോ. കണ്ണന് പിന്നെ ഇതൊക്കെ കണ്ട് പരിചയമാണ്. അവൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഞാനിത് ഉണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെ അവൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആൾക്ക് അതൊക്കെ പരിചയം. പിന്നെ അവർ ഇറങ്ങാറായിട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇരിഞ്ഞാലക്കുടയിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ടായിരുന്നു. എന്തൊക്കെയോ കുറച്ച് വിഷുവിൻ്റേതായ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മേനെയും ജാനിനെയും അവിടെ വീട്ടിൽ വിടാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ ഇറങ്ങാൻ നിന്നത്. അപ്പോൾ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, നേരത്തെ വന്നു. അപ്പോൾ അവർ ബസ്സിന് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് ചേട്ടൻ വന്നത്. അപ്പോൾ ഞങ്ങൾക്കും ഇരിഞ്ഞാലക്കുടയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരെയും കൂടെ അവിടെ വിട്ടിട്ട് പോരാം, ഞങ്ങൾക്കും വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാം എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടെ ഇറങ്ങാനായിട്ട് നിൽക്കുക. അപ്പോൾ വണ്ടി പിന്നെ അങ്ങോട്ട് സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ കണ്ണൻ്റെ കാര്യം പറയണ്ട കേട്ടോ. ഭയങ്കര സന്തോഷമാണ് അവന്. ഭയങ്കര എന്താ പറയുക, ഇതിപ്പോൾ യാത്ര പോയിട്ട് വന്നുള്ളൂ, അടുത്ത യാത്ര അപ്പം തന്നെ പോവുകയാണെങ്കിലും ആള് നമുക്ക് തോന്നില്ല അയ്യോ വെയിലത്തുനിന്നൊക്കെ വന്നുള്ളൂ ഇനി മിണ്ടാണ്ട് വീട്ടിലിരിക്കുക അങ്ങനെയല്ലേ തോന്നാ. പക്ഷെ കണ്ണന് അങ്ങനെ തോന്നില്ല. ആൾ ഇപ്പോൾ വന്നിട്ട് വിശന്നിരിക്കുകയാണോ ഉറക്കം വരികയാണോ ഒന്നും ആൾക്ക് വിഷയമല്ല. ആദ്യ യാത്ര പോവുകയാണെങ്കിൽ ആൾക്ക് അത്രയും ഇഷ്ടം. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിക്കാനൊക്കെ ആയിട്ട് കയറിയിട്ടാവും ബേക്കറിയിലൊക്കെ കയറിയാൽ. പക്ഷെ അവിടെയൊക്കെ ചെല്ലുമ്പോഴേ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ആരും നമ്മളറിയില്ല, അങ്ങനെയൊക്കെയാണ്. ഇതിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ സ്റ്റാഫുകൾക്കാണെങ്കിലും അവിടെ വന്നിരിക്കുന്ന ഏതെങ്കിലും കുറച്ച് ആളുകൾക്കെങ്കിലും നമ്മളെ പരിചയം ഉണ്ടാവും. ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് നമ്മളുടെ അടുത്ത് പറയപ്പോൾ എനിക്ക് അങ്ങനെ ഷൂട്ട് ചെയ്ത് തരാൻ ആരും ഇല്ലാത്ത കാരണം അപ്പുറത്ത് ഇരിക്കുന്നവരൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ ഒരു തുണി എടുക്കാനായിട്ടാണെങ്കിലും എവിടെ കയറിയാലും തുണിക്കടയിൽ കയറിയാലോ ഒക്കെ എന്താ പറയുക എല്ലാവിടെയും നമ്മുടെ സബ്സ്ക്രൈബേഴ്സും കാണാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ തന്നെയാണ്. ഇരിഞ്ഞാലക്കുട എന്ന് പറയുന്നത് ഞാൻ ജനിച്ച് വളർന്ന സ്ഥലമാണ്. എന്നെ അവിടെ ഒരാൾക്കും അങ്ങനെ ടൗണിലൊന്നും അങ്ങനെ ഒരു പരിചയം ആർക്കും ഉണ്ടായിരുന്നില്ല. നമ്മളുടെ ചുറ്റിനുള്ളവർക്ക് മാത്രമേ എന്നെ അറിയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇരിഞ്ഞാലക്കുടയിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവിടെയും നമ്മളെ പരിചയമുള്ള ആളുകളാണ്, നമ്മൾ അറിയുന്ന ആളുകളാണ്, നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അതൊക്കെ സത്യം പറഞ്ഞാൽ എന്നെപ്പോലെ ഒരാൾക്കൊക്കെ വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതൊക്കെ നെറ്റിപ്പട്ടത്തിന് മയിൽപ്പീലി ഒരുപാട് വേണ്ടി വന്നു കേട്ടോ. ഞാൻ ഇത്ര വലിപ്പത്തിൽ മയിൽപ്പീലിയുടെ ആദ്യമായിട്ടായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്കൊരു ഏകദേശം അറിയില്ലായിരുന്നു എത്ര വേണമെന്ന്. പിന്നെയും ഒരുപാട് വാങ്ങേണ്ടതൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ കല്യാണിക്ക് എന്ന് പറഞ്ഞാൽ എന്നും പറയും നൂലപ്പം ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാശി പിടിക്കലൊക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈകിട്ടത്തേക്ക് നൂലപ്പം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് അവളതാണെങ്കിൽ 2 എണ്ണമൊക്കെ കഴിക്കും. 2 എണ്ണേ കഴിക്കുകയുള്ളൂ, എന്നാലും ആ 2 എണ്ണമെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനപ്പോൾ നൂലപ്പം ഉണ്ടാക്കാനൊക്കെ നിന്നു. കണ്ണനും കഴിക്കും കേട്ടോ. കുറച്ച് നേരെ ഇരിക്കണം എന്നേ ഉള്ളൂ, പതുക്കെ കൊടുക്കണം എന്നേ ഉള്ളൂ. അവനും കുറച്ചൊക്കെ കഴിക്കും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമല്ലേ. അപ്പോൾ പിന്നെ ഞാൻ വന്നിട്ട് പിന്നെ അത് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നിന്നു. അതേ കുറച്ച് അത് കഴിക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് നൂലപ്പം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നിന്നു. അപ്പം അങ്ങനെ കുറേ എക്സ്ട്രാ പണികൾ നമ്മുടെ ലൈഫിലേക്ക് കയറി വരുമ്പോൾ ആ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നിനും നേരം ഉണ്ടായിരുന്നില്ല. അതുപോലെയായിരുന്നു കേട്ടോ. ഒരു മിനിറ്റ് എനിക്ക് വെറുതെ ഇരിക്കാൻ സമയം ഉണ്ടായില്ല. നൈറ്റാണെങ്കിലും എങ്ങടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ ഒരുപാട് ലേറ്റാവും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഉറക്കവും എല്ലാം കൊണ്ടും തിരക്ക് പിടിച്ച ദിവസങ്ങളെന്ന് പറയില്ലേ, അങ്ങനെയായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത്. പിന്നെ വേറൊരു സന്തോഷം എന്ന് പറയാനായിട്ട് ഞാനിങ്ങനെ നെറ്റിപ്പട്ട ഉണ്ടാക്കാനൊക്കെ ആണെങ്കിലും താഴെ ഇരിക്കുമ്പോഴൊക്കെ എനിക്ക് എൻ്റെ ഒരു നോട്ടം വേണം അവനിൽ, എന്നാലേ എനിക്ക് സമാധാനത്തോടെ ഇവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഞാനിങ്ങനെ സെറ്റിൽ 2 പില്ലോൻ്റെ സപ്പോർട്ടൊക്കെ വേണമായിരുന്നു കാണാൻ. ഇപ്പുറത്തും അപ്പുറത്തും വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ സ്റ്റക്കായിട്ട് അങ്ങനത്തെ രീതിയിൽ അവനിങ്ങനെ ഇരിക്കുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു പില്ലോ ഒക്കെ ഒന്ന് സൈഡിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആൾ സാധാരണ നമ്മളിരിക്കുന്നത് പോലെയൊക്കെ തന്നെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ അവിടെ താഴെ ഇരുന്നിട്ട് അതിൻ്റെ പണികളൊക്കെ ചെയ്യും, കണ്ണനോട് വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ അപ്പോൾ എനിക്ക് അവനെ നിങ്ങൾക്കും ഒരുപാട് സന്തോഷം തോന്നിയില്ല. അവനങ്ങനെ ഒരു പില്ലോ മാത്രം സൈഡിൽ സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുന്നു. പിന്നെ ആളിങ്ങനെ റോഡിലേക്ക് നോക്കിയിരിക്കും, പുറത്ത് വണ്ടികൾ പോകുന്നതും കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കും. ഞാനാണെങ്കിൽ അവൻ്റെ അടുത്ത് കുഞ്ഞു വിശേഷങ്ങളും വർത്താനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതും വലിയൊരു സന്തോഷം ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ നമ്മുടെ വിഷുവിൻ്റെ തലേദിവസത്തെ വിശേഷങ്ങളാണ്. അതൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം, അല്ലെങ്കിൽ ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ട് പോകും അല്ലേ. അപ്പോൾ എനിക്ക് മെഡിറ്റ് ചെയ്തുണ്ടാക്കാനും ബുദ്ധിമുട്ട്, നിങ്ങൾക്കും കാണാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ടാറ്റാ, ബൈ ബൈ.